ഹായ് സർ. ഹലോ ആരൻ. സർ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ നല്ല ഹെൽത്തിയാണ്, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ടെന്നൊക്കെ. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്നത് യുവാക്കളിൽ ഹൃദയ സംബന്ധമായ രോഗം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ശരിയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ശരിയാണ് ആരൻ. നമ്മൾ ഓഫ് ലൈറ്റ് കാണുന്നുണ്ട് ന്യൂസിൽ ഫുട്ബോളേഴ്സും അല്ലെങ്കിൽ ആക്ടേഴ്സ്, ഈവൻ ഡോക്ടേഴ്സ് പോലും പെട്ടെന്ന് ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട്. ഞങ്ങളുടെ ഭാഷയിൽ വി കോൾ ഇറ്റ് സഡൻ കാർഡിയാക് ഡെത്ത്. അതിന് 3 കാരണങ്ങളുള്ളത്. ഒന്ന് ഹാർട്ട് അറ്റാക്ക് ആണ്. ഏറ്റവും മുഖ്യമായ കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഇപ്പം ഡയബറ്റീസും ഹൈ ബി പിയും സ്മോക്കിങ്ങും അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെയാണ് അതിന് മുഖ്യമായ കാരണങ്ങൾ. അപ്പം രണ്ടാമത്തെ കാരണം നമ്മൾ കോമൺലി കാണുന്നത് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ അസുഖമാണ്. അത് ഹാർട്ട് മസിലിന് ക്രമാതീതമായിട്ട് കട്ടിവെക്കുന്ന അസുഖമാണ്. അങ്ങനെയുള്ളപ്പോൾ ഹാർട്ടിൻ്റെ ഈ റിതം ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, ഹൃദയമിടിപ്പിൻ്റെ വ്യതിയാനം ഉണ്ടാവാനും പെട്ടെന്ന് ഹാർട്ട് സ്റ്റോപ്പായി പോകാനും പൊടുന്നതിനെ കുഴഞ്ഞു വീണ് മരിക്കാനും സാധ്യതയുണ്ട്. മിക്കപ്പോഴും ഒരു ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ മാരത്തോൺ ഓടുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പൊടുന്നതിനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. തേർഡ് കോസ് നമ്മൾ വി കോൾ ഇറ്റ് ചാനലോപ്പതീസ്. ഹാർട്ടിന് കുറച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ചാനൽസ് ഉണ്ട്. ജനിതകമായ വ്യതിയാനമുള്ള ആൾക്കാർക്ക്, ഈ ചാനലോപ്പതി ഉള്ള ആൾക്കാർക്ക് ഹൃദയമിടിപ്പിന് താളം തെറ്റാനും ഹൃദയമിടിപ്പ് കണ്ടമാനം വർദ്ധിക്കാനും ഹൃദയം നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. ഇതാണ് 3 കാരണങ്ങൾ, ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാൻ ഉള്ള കാരണങ്ങൾ. ഇത് 3 നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ECGയും എക്കോയും ഒരു ട്രെഡ്മിലും ഒരു കാൽഷ്യം സ്കോറിംഗ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം ഏറെക്കുറെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ചാനലോപ്പതീസ് നമുക്കൊരു റെസ്റ്റിംഗ് ECGക്കകത്ത് മിക്കപ്പോഴും അറിയാൻ പറ്റും, അങ്ങനെയുള്ള ചേഞ്ചുകൾ കണ്ടുപിടിക്കാം. ഒരു എക്കോ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ട്രെഡ്മിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കൊറോണറി കാൽഷ്യം സ്കോർ നോക്കുകയോ ചെയ്യുവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസും ഏറെക്കുറെ അറിയാൻ പറ്റും. അപ്പോൾ 30 ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പം അവരൊരു പൊടുന്നതിന് ഒരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഒരു മാരത്തോൺ ഓടാൻ പോവാണ്, അല്ല ജിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ECGയും എക്കോയും ട്രെഡ്മിലും ഒരു കാൽഷ്യം സ്കോറിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു. താങ്ക് യു.